PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതിയുള്ള സമവാക്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ അതിലെ 5ാമത്തെ കണക്കാണ് ഇനി ചെയ്യാനുള്ളത്. 4 കണക്ക് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. പേജ് നമ്പർ 86ലെ 5ാമത്തെ കണക്ക്. ഒരു ട്രയാങ്കിളിന്റെ പടം തന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടില്ലേ? It's an isosceles triangle ആണെന്ന് തന്നിരിക്കുന്നത്. An isosceles triangle has to be made like this. ഇതുപോലെ നിങ്ങളോട് ഒരു isosceles triangle വരയ്ക്കാൻ. എന്നിട്ട് അവിടെ വശങ്ങൾക്ക് ഇതുണ്ട്. The height should be 2 meters less than the base. ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം ഹൈറ്റ്. And the area of the triangle 12 square. ഏരിയയും തന്നിട്ടുണ്ട് 12 ആണെന്ന്. What should be the length of the sides? All sides കണ്ടുപിടിക്കണം കേട്ടോ. എല്ലാ വശങ്ങളും കണ്ടുപിടിക്കണം. മലയാള മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവ്. അപ്പൊ നമ്മൾ ഏതിനാ എക്സ് കൊടുക്കാം? ബേസിന്. പാദത്തിന് എക്സ് കൊടുത്താൽ അതിനേക്കാൾ 2 മീറ്റർ കുറവ്. പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആണ്. എങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ് എന്ന് തന്നിരിക്കുന്നത്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ 2 വശവും തുല്യമാണ്. ഈ സൈഡും തുല്യമാണ്. ഇനി പിന്നെ തന്നിരിക്കുന്നത് ഇതിന്റെ ബേസ് കണ്ടുപിടിക്കണം. അപ്പൊ ബേസിന് നമ്മൾ ആദ്യം എക്സ് കൊടുക്കണം. കാരണം ബേസിനേക്കാൾ 2 കുറവ്. അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? പാദത്തിനേക്കാൾ 2 കുറവാണ് ഉയരം. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനാണ് എക്സ് കൊടുക്കുക. ഇത് x-2 ആണ്. മനസ്സിലായി എല്ലാവർക്കും? ഇത് എക്സ് ആണെങ്കിൽ അത് x-2. ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ 3 വശങ്ങളും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോ അല്ല, നമുക്ക് ഏരിയ തന്നിട്ടുണ്ടല്ലേ? ഏരിയ തന്നിട്ടില്ലേ? 12 അല്ലേ? അപ്പൊ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല പറഞ്ഞോ. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്. അത് എത്രയാണെന്ന് 12 ആണ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് നോക്കിയേ. ഹാഫ് ബി എത്രയാ? ബി എത്രയാ നമ്മൾ കൊടുത്തേണ്ടത്? എക്സ് ഇൻറ്റു എച്ച് എത്രയാ? ബ്രാക്കറ്റ് കൊടുത്താൽ മതി. x-2 അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് എക്സ് ആണ്, ഇത് x-2 ആണ്. എന്നുവെച്ചാൽ ബി എക്സ് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കേണ്ട എല്ലാവരും. ബി സിക്കൽ ടു എക്സ് ആണ്. എച്ച് സിക്കൽ ടു ഇവിടെ എഴുതി വെക്കാം. ബി സിക്കൽ ടു എച്ച് ബേസ് x, h is equal to x-2. Then area is equal to half b into h ആണ്. half x into ഞാൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. ഇവിടുത്തെ ഹാഫ് ഇറക്കിട്ടു. x into x സ്ക്വയർ അല്ലേ? x into 2 x ആണ്. കിട്ടിയില്ലേ? ഇത് x into x സ്ക്വയർ മൈനസ് ആണ് കേട്ടോ. ഇവിടെ x into 2x കിട്ടിയോ? ഇസിക്കൽ ടു എത്രയാ? 12. ഇവിടെ ഇത് വെട്ടിക്കളയാൻ പറ്റില്ല. കാരണം ഇവിടെ 2 ഇല്ല. ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ 2 പുറത്തെടുക്കാം. 2ലും വെട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ 1/2 അങ്ങോട്ട് കൊണ്ടുപോവാം. 1/2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും? ഇൻറ്റു ആവും. 2 ഇൻറ്റു ആവും അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. എങ്ങനെ എഴുതാം? x സ്ക്വയർ മൈനസ് 2x is equal to ഈ 1/2 ഇങ്ങോട്ട് പോകുമ്പോ 2/1 ആണ്. അപ്പൊ 12 into 2 എത്ര കിട്ടി? 24. ഈ 12നെ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ആയി. അപ്പൊ 12 into 2 24. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2x is equal to 24. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എന്താ നമുക്ക് അറിയേണ്ടത്? സൈഡ് ഈ ബി കണ്ടുപിടിക്കണം. ഇവിടെ ബി കണ്ടുപിടിച്ചിട്ട് ഈസിക്കൽ ടു ആണ് 24. ബി കണ്ടുപിടിക്കണമെങ്കിൽ 2x ൽ നിന്നാണ് ബി കണ്ടുപിടിക്കാറ് വന്നത് അല്ലേ? 2ab ഈസിക്കൽ ടു 2x ആണ്. അതിൽ ഏത് പറഞ്ഞാൽ x ആണെങ്കിൽ 2b ഈസിക്കൽ ടു 2 ആണെങ്കിൽ b ഈസിക്കൽ ടു 2/2 1 ആണ്. അപ്പൊ ഇവിടെ പ്ലസ് 1 ആണ്. 1ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെ 1ന്റെ സ്ക്വയർ കൂട്ടണം 1. അപ്പൊ 24 പ്ലസ് 1 എത്ര കിട്ടി? 25. ഇനി ഇതിനൊന്ന് ഇതാക്കാം. ഇക്വേഷൻ ശരിയാക്കാം. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിന് ഏത് ഫോർമുലയിലേക്ക് ആക്കാം? a മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ എക്സ്, ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് ആണ് കേട്ടോ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് മൈനസ് ആണ്. -1 all square is equal to 25.
5. ഇനി അതിന്റെ റൂട്ട് കാണാം. എക്സ് മൈനസ് 1 അല്ലെ? ഇവിടെയും നമുക്ക് റൂട്ട് കിട്ടിയ എത്രയാണ്? 5. എക്സ് മൈനസ് 1 ഈക്വൽ ടു 5 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണ്? ഇത് ഇങ്ങോട്ട് പ്ലസ് ആയി. 5 പ്ലസ് 1 ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് കിട്ടി ബേസ് എത്ര കിട്ടി? 6. എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഈ ഫോർമുല മാറ്റാൻ വേണ്ടിട്ടാണ് കേട്ടോ. ആദ്യം നോക്കാം, ഇതിന്റെ ഈ ഫോർമുല നോക്കാം. ഹാഫ് ബി ഇൻറ്റു എച്ച് ഏതാണിത്? ഏരിയ കേട്ടോ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അങ്ങനെ എഴുതണം കേട്ടോ നിങ്ങള്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഒരു ത്രികോണത്തിന്റെ പരപ്പളവ്, സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഇൻറ്റു എച്ച്. അതാണ് 12. അപ്പൊ അതിൽ നമ്മള് ഇത് ഡിറൈവ് ചെയ്തു. നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്തി. എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24 എന്നാണ് കിട്ടിയത്. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ബി ആഡ് ചെയ്യാനൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ബി കണ്ടുപിടിച്ചു. ബി കണ്ടുപിടിക്കുന്നത് ഈ 2ab നൽകത്ത സംഖ്യയിൽ നിന്നാണ് കേട്ടോ. ബി കണ്ടുപിടിക്കുക എപ്പോഴും അതിങ്ങനെ എഴുതി നോക്കുക. 2ab ഈക്വൽ ടു 2x ആണെങ്കിൽ എ വെട്ടിക്കളഞ്ഞു. എയും എക്സും സെയിം ആണ്. അപ്പോ 2b 1 ആണ്. അപ്പൊ ബി ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. എക്സ് കട്ടി എക്സ് നമുക്ക് എത്ര കിട്ടി? എക്സ് 6 കിട്ടിയോ? ബേസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇനി നമ്മുടെ ചോദ്യം ഒരു വശം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഈ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ട്രയാങ്കിളിന്റെ 3 സൈഡ്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് സൈഡ് നമുക്ക് കിട്ടി 6. കിട്ടിയോ? മനസ്സിലായി? ഹൈറ്റ് നമുക്കറിയാം. ഹൈറ്റ് അപ്പൊ എത്രയായിരിക്കും? ഇത് 6 ആണെങ്കിൽ ഈ സൈഡ് എത്രയാ? 6 എക്സ് മൈനസ് 2 ആണ്. അപ്പൊ 6 മൈനസ് 2 എത്രയാ? ഇത് നമുക്ക് കിട്ടി 4, ഇത് കിട്ടി 6. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ 2 വശം കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരു സൈഡിലത്തെ കണ്ടാൽ മതി. കാരണം ഇത് തന്നെയായിരിക്കും ഇവിടെ. ഇപ്പൊ നമ്മള് എ ബി സി കൊടുക്കുകയാണെങ്കിൽ എ ബിയും എ സിയും സെയിം ആണ്. അപ്പൊ നമ്മൾ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റി? ഇറ്റ്സ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളില് ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ, ഓൾട്ടിറ്റ്യൂഡ് വരച്ചാൽ ഇറ്റ് ബൈസെക്ട് ദിസ് 2 സൈഡ്. അപ്പൊ ഈ സൈഡ് നമുക്ക് കിട്ടിയ എത്രയാണ്? 3 ആണ്. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശം മതി. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് നോക്കാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ വശത്ത് നോക്കാം, അല്ലെങ്കിൽ ഇത് നോക്കാം. ഇവിടെ നോക്കാം. ബി ഡി 3 ആണ്, എ ഡി 4 ആണ്. എങ്കിൽ ഈ സൈഡ് എ ബി ഇസ് ഈക്വൽ ടു എങ്ങനെയാ? എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പൈതഗോറസ് തിയറി. എഴുതി വെക്കാട്ടോ. എന്താ? വാട്ട് ഇസ് പൈതഗോറസ് തിയറി? നമ്മൾ പഠിച്ച എല്ലാ ചെറിയ ഫോർമുലാസും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞേ ചെറിയ ക്ലാസ്സിൽ പഠിച്ച എല്ലാം. അതുകൊണ്ട് എല്ലാം എഴുതി വെക്കാൻ ഞാൻ പറയുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോ അത് ആ പേജ് പറഞ്ഞ് വിട്ടിട്ടില്ല നിങ്ങള്. ഫസ്റ്റില് ഞാൻ പറഞ്ഞിരുന്ന ഒരു പേജ് വിടാൻ അതിൽ എഴുതി വെക്കാട്ടോ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എഴുതി വെച്ച് കഴിഞ്ഞു ഈ ക്വസ്റ്റ്യനില്. അത് കഴിഞ്ഞാൽ പൈതഗോറസ് തിയറി വരുന്നുണ്ട്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാ? 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. എത്രയാ കിട്ടാ? 5ന്റെ സ്ക്വയർ 25 അല്ലേ? 3, 4, 5 ആണ് എന്താണ് മട്ടത്രികോണത്തിന്റെ വശങ്ങള്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ. 3ന്റെ സ്ക്വയർ എത്രയാ? 9 പ്ലസ് 4ന്റെ സ്ക്വയർ 14. 9 പ്ലസ് 14 എത്രയാ? 25 ആണ്. 25ന്റെ റൂട്ട് എത്ര കിട്ടും? ഇതിന്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത് അല്ലെ? ഇതിന്റെ റൂട്ട് എത്രയാ? 5. അപ്പൊ ഈ സൈഡ് കിട്ടി എത്രയാണെന്ന്? 5. എ ബി 5 ആണെങ്കിൽ എ സി 5 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി ഈക്വൽ ടു 5, എ സി ഈക്വൽ ടു 5, ദെൻ ബി സി ഈക്വൽ ടു 6. അങ്ങനെ 3 സൈഡും. ഇനി ഹൈറ്റ് ചോദിച്ചെങ്കിൽ ഹൈറ്റും എഴുതാം. നമുക്ക് എ ഡി ഈക്വൽ ടു 4. ഹൈറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ടോ? ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. സൈഡ്സ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എടുത്തെഴുതുമ്പോ അവസാനം ഇതാണ് എഴുതേണ്ടത്. എ ബി 5, എ സി 5, ബി സി 6 ആണ്. ഹൈറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുമ്പോ പിന്നെ എക്സാമിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. അതിലത്തെ ലാസ്റ്റ് കണക്ക്. അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഇത്തിരി കുറച്ചൊരു ട്വിസ്റ്റിംഗ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ 2.6 മീറ്റർ ലോങ് റോഡ് ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. ഒരു ചുമര് എപ്പോഴും നമ്മൾ ഇങ്ങനെ വരയ്ക്കുള്ളൂ. ഒരു മതില് അല്ലെങ്കിൽ ഒരു ചുമര് ഒന്നും നമ്മൾ ചെരിച്ച് വരയ്ക്കില്ല. ഓൾവേസ് പെർപെൻഡിക്കുലർ ലൈൻ 90 ഡിഗ്രിയെ വരയ്ക്കുള്ളൂ കേട്ടോ. അതിലേക്ക് 2.6 മീറ്റർ ലോങ് റോഡ്,
ഒരു വടി കഷ്ണം ഇങ്ങോട്ട് മുട്ടിച്ചേക്കാണ്. എത്ര? 2.6 മീറ്റർ നീളമുള്ള ഒരു വടി അതിലേക്ക് വെച്ചേക്കാണ്. A 2.6 meter long road leans against the wall and its foot is 1 meter from the wall. വാളിന്റെ ഇവിടുത്തെ വാള് ഈ വാളിൽ നിന്ന് 1 മീറ്റർ നീങ്ങിയിട്ടാണത് വെച്ചിരിക്കുന്നത്. When the foot is moved a little away from the wall. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, നമ്മൾ നിങ്ങളുടെ മതിലിലേക്ക് അല്ലെങ്കിൽ വീടിന്റെ തന്നെ ഒരു സൈഡിലേക്ക് ഒരു ചുമലിലേക്ക് നിങ്ങൾ ഒരു വടി ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറക്കി. ഇത് എന്ത് ചെയ്തു? ഇതിന്റെ അടിവശം കുറച്ചും ഇങ്ങോട്ട് നീക്കിന്ന്. അടിവശം കുറച്ച് ഈ ഒരു വടി സെയിം തന്നെ നിങ്ങളൊരു സ്കെയിൽ എടുത്ത് വെച്ച് നോക്കാം. ഇപ്പൊ ഒരു ചുമലിലേക്ക് നിങ്ങൾ ഒരു സ്കെയിൽ എടുത്ത് നിങ്ങൾ വെക്കാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വടി, ഇപ്പൊ നമ്മൾ ഈ വടി തന്നെ വെക്കാണെങ്കിൽ ഈ വടി നമ്മൾ ഇങ്ങനെ വെച്ചു അല്ലെ, കിട്ടിയില്ലേ? ഈ വടിയുടെ അടിവശം ഇവിടെയാണ്. ഈ അടിവശം ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി. ഇങ്ങോട്ട് നീക്കിയപ്പോ ഈ വരമയ്ക്ക് മുട്ടണമെങ്കിൽ ഇത് നോക്കിയേ, ഇവിടേക്ക് ആയില്ലേ, കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയപ്പോ ഇത് ഇവിടുന്ന് താഴേക്ക് ഇങ്ങോട്ട് നീങ്ങിയത്. ഇത് രണ്ടും സെയിം ആണെന്നാണ് അവര് പറയുന്നത്. കിട്ടിയോ? അടിയിലേക്ക് അത് എത്ര നീങ്ങുന്നു അത്രയ്ക്കും ഇതുണ്ട്. 2 meter long റോഡാണ് അതിന്റെ. When the foot is moved a little away from the wall, its upper end slides the same length down. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കുറച്ചിങ്ങ് നീക്കിയപ്പോ ഇത് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നീങ്ങി. അപ്പൊ ഇത് എക്സ് ആയപ്പോ ഇവിടെയും എന്താണ്? എക്സ് ആണ്. അപ്പൊ ഇപ്പൊ ഈ വടി എങ്ങനെയാണ്? ഡോക്ടർ ലൈൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ വടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് 2.6 അല്ലേ, 2.6 തന്നെ. പക്ഷെ ഇത് ഇറക്കിയപ്പോ ഇത് ഇങ്ങോട്ട് കുറച്ച് നീങ്ങിപ്പോ ഇത് കുറച്ച് ഇറങ്ങിയെന്ന്. ഹൗ മച്ച് ഫാർദർ ഇസ് ദ ഫുട്ട് മൂവ്ഡ്? അപ്പൊ ഫുട്ട് എത്ര മൂവ് ചെയ്തു എന്ന് ഇനി മലയാളം മീഡിയത്തിൽ ചോദിച്ചു നോക്കാം. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പി ചുവരിൽ വെച്ചിരിക്കുന്നു. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിന്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. അപ്പൊ എത്ര ദൂരമാണ് അത് നീങ്ങിയത്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പേര് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്, കാരണം മനസ്സിലാവേണ്ട ഏത് ട്രയാങ്കിൾ എടുക്കണമെന്ന്. ആദ്യം നമ്മൾ ABC എടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, എന്താണ്? ഇവിടെ ഡിയും ഇയും കൊടുക്കാം. അപ്പൊ ഒരു ട്രയാങ്കിൾ ഉണ്ട് BDE. കണ്ടില്ലേ രണ്ട് ട്രയാങ്കിൾ? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നമുക്ക് കിട്ടി. ഈ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ ABC അല്ലെ? അതില് പൈതഗോറസ് തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലെ? എന്താ ബേസ് സ്ക്വയർ? BC സ്ക്വയർ പ്ലസ് ഇത് BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് AC സ്ക്വയർ. ഇത് മനസ്സിലായാലും BC സ്ക്വയർ എഴുതി നോക്ക്. BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ്. ഏത് ട്രയാങ്കിളാ? ABC എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊക്കെ ഒന്ന് എഴുതി. BC തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? 1 തന്നിട്ടുണ്ട് അല്ലെ? 1ന്റെ സ്ക്വയർ പ്ലസ് AB നമുക്ക് തന്നിട്ടില്ല. നമ്മൾ AB ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. AB സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ തന്നിട്ടുണ്ട്. 2.6ന്റെ സ്ക്വയർ തന്നിട്ടുണ്ട് ഇല്ലേ? പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് AB ആദ്യം കണ്ടുപിടിക്കുക. ഈ വശം AB കണ്ടുപിടിക്കാനായിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ AB സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാ? 2.6ന്റെ സ്ക്വയർ മൈനസ് ഇത് പ്ലസ് അല്ലേ? പ്ലസ് അങ്ങോട്ട് പോകുമ്പോ മൈനസ് 1ന്റെ സ്ക്വയർ 1. ഇനി 2.6ന്റെ സ്ക്വയർ എത്രയാ? 26ന്റെ സ്ക്വയർ എത്രയാ? നിങ്ങൾ നോക്കിയാൽ മതി. 26ന്റെ സ്ക്വയർ എത്രയാ? 25ന്റെ 525 26 676 മൈനസ് അല്ല 676 26ാണ്. അപ്പൊ ഒരു പോയിന്റിന് നമ്മൾ 2 പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ എത്ര കിട്ടുന്നത്? 6.76 ആണ് കേട്ടോ. 6.76 എങ്ങനെയാണ് മനസ്സിലായില്ലേ? ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ സ്ക്വയറിലാവുമ്പോ 2 പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ 2 പോയിന്റ് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുക. 1 2 6.74ന് 1ന്റെ സ്ക്വയർ 1 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 6.76ൽ നിന്ന് 1 കുറയ്ക്കാതെ വരുമ്പോ ഇവിടെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ 5.7 അതാണ് നമുക്ക് എന്ത്? AB സ്ക്വയർ.
then AB is equal to വരുമ്പോ AB സ്ക്വയർ ഇതാണെങ്കിൽ AB is equal to ഇതിന്റെ റൂട്ട് കാണും. 576ന്റെ റൂട്ട് എത്രയാണ്? 576 എന്ന് പറയുമ്പോ 24 ആണ്. 2 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് വരുമ്പോ അത് റൂട്ടിലേക്ക് വരുമ്പോ നേരെ തിരിച്ച്, നേരത്തെ 1 പോയിന്റ് ഉണ്ടായപ്പോ സ്ക്വയറിലായപ്പോ നമ്മൾ 2 പോയിന്റ്, ഇവിടെ 1 പോയിന്റ് 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 1 പോയിന്റ് ആണ്. അപ്പൊ 2.4. അപ്പൊ നമുക്ക് ഈ വർഷം ഫുള്ള് കിട്ടി. ഇപ്പൊ എത്രയാണെന്ന്? ഇത് എത്രയാണെന്ന്? 2.4. ഈ വർഷം കിട്ടി 2.6 കിട്ടി. ഇനി അടുത്തപ്പോ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ കഴിഞ്ഞു കേട്ടോ. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ നമ്മൾ ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഏതാണ്? BDC. എല്ലാവരും സോറി, സി അല്ല, BDE ട്ടോ. കാണുന്നില്ലേ? ഇത് BDE. ഈ BDE കൺസിഡർ ചെയ്യുമ്പോഴും ഇതിന്റെ അളവ് നമുക്കറിയാം. DE എത്രയാ? 2.6 ആണ്. കാരണം ഈ വടി ഇങ്ങനെ വെക്കുന്നതും ഇത് കുറച്ച് താഴ്ത്തിപ്പോഴും സെയിം തന്നെയാണ്. അപ്പൊ അതില് നമുക്ക് എഴുതാം BE ബേസ് എന്താ? ബേസ് BE സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ഇവിടെ എത്രയാണ്? BD ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടത്തോളം വരെയുള്ളൂ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്. BD സ്ക്വയർ ഈസ് ഈക്വൽ ടു 2.6 ആണ് അല്ലെ? 2.6 സ്ക്വയർ കേട്ടോ, സ്ക്വയർ ആണ്. ഇനി BE എഴുതിക്കോ. BE എന്ന് പറയുമ്പോ ഇവിടെ നിങ്ങളുടെ 1 1 പ്ലസ് എക്സ്. ഇനി ഫോർമുല എക്സ്പാൻഡ് ചെയ്ത് എഴുതാനുണ്ട് കേട്ടോ. 1 പ്ലസ് എക്സ് അതിന്റെ സ്ക്വയർ. BE നോക്കുക എല്ലാരും, ഇത് 1 ആണ് തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ എക്സ് 1 പ്ലസ് എക്സ് പ്ലസ് BD എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ഫുള്ള് 24 ആണ്. അതിൽ നിന്ന് എക്സ് കുറക്കണതല്ലേ ഇത്? ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് 24 ആണെങ്കിൽ അതിൽ നിന്ന് ഈ ഭാഗം എക്സ് കുറയ്ക്കണം. അപ്പൊ BD എത്രയാണ്? 24 മൈനസ് എക്സ് ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞു 26ന്റെ സ്ക്വയർ എത്രയാണെന്ന് പറയുന്നു? 676 ആണ്. അപ്പൊ 2.6ന്റെ സ്ക്വയർ 6.76 ആണ്. ഇനി നമുക്ക് ഈ ഫോർമുല ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. നോക്കാം. 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? A പ്ലസ് B ഓൾ സ്ക്വയർ. A സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ 1 അല്ലേ? പിന്നെ 2 ഇൻറ്റു 2AB എന്ന് പറയുമ്പോൾ എന്താണ്? 2AB 1 ഇൻറ്റു 2 ഇൻറ്റു എക്സ്. അപ്പൊ എത്ര കിട്ടി? 2x പ്ലസ് B സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ് ഈ ഫോർമുല. നോക്ക്, 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ x പ്ലസ് 1 ഓൾ സ്ക്വയർ എങ്ങനെയായാലും കുഴപ്പമില്ല. x പ്ലസ് 1 ഓൾ സ്ക്വയർ അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ A പ്ലസ് B ഓൾ സ്ക്വയർ നമ്മൾ വികസിപ്പിച്ച് എഴുതി. പ്ലസ് ഈ നടുക്കത്തെ പ്ലസ് ഇവിടെ ഇട്ടു. ഇനി അടുത്തത് 24 മൈനസ് എക്സ്. 24ന്റെ 2.4 ആണ് കേട്ടോ. 2.4 ആണ്. 24ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണെന്ന്? 576 നമ്മൾ 2.4 എന്ന് പറയുമ്പോൾ 5.76 മൈനസ് 2AB 2 ഇൻറ്റു 24 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു 24 എത്രയാ? 48. അപ്പൊ പോയിന്റ് ഉണ്ട്. അപ്പൊ 4.8x അല്ലെ? 2AB പ്ലസ് B സ്ക്വയർ എക്സ് സ്ക്വയർ ഇതിലെ ഇസ് ഈക്വൽ ടു ആണ് 6.76 ആണ്. ഇനി എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നോക്കിയ വാരിയബിൾസ് കൂട്ടാം. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടി? 2x സ്ക്വയർ കൂട്ടി. വെട്ടിക്കോയ എല്ലാം കിട്ടിയതാ, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി വെട്ടിയതാ. അത് രണ്ടും കൂടി കൂട്ടി എക്സ് സ്ക്വയറും കൂടി കൂട്ടി 2x സ്ക്വയർ. ഇനി 2xും ഇവിടെ 4.8x. അപ്പൊ എത്ര കിട്ടി? 2xും 4.8 6.8x കിട്ടി. കിട്ടില്ലേ? ഇനി ഇവിടെ 576 ഉണ്ട്. ഇത് മൈനസ് ആണ് കേട്ടോ. മൈനസ് 4.8x ആണ്. 2x 4.8 കുറയ്ക്കുകയാണ് കേട്ടോ. കാരണം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പോ എന്താ ചെയ്യാം? 2 മൈനസ് 4.8 അപ്പൊ മൈനസ് 2.8x കിട്ടിയില്ലേ? ഇനി ഇവിടെ 1 ഉണ്ട്. ഇവിടെ 5.76 ഉണ്ട്. 5.76ഉം 1 കൂടി കൂട്ടി എത്രയാണ്? 6.76 അല്ലെ? ഇതും 1.76 എന്ന് എഴുതി നോക്കാട്ടോ. 5.76 കൂടി ഇവിടെയാണ് 1 കാര്യം പറഞ്ഞിരിക്കുന്നത് പോയിന്റ്. അപ്പൊ എത്ര കിട്ടി? 6.76. ഈ 6.76 പ്ലസ് ആണ്. അത് അങ്ങോട്ട് പോകുമ്പോ മൈനസ് ആയി.
അപ്പൊ അവിടെ എന്തുണ്ട് 6.76 ഉണ്ട്. അത് ഇറക്കി ഇട്ടു. അവിടെ നിന്നാണ് നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 6.76 ആണ്. ആ 6.76 കൂട്ടുമ്പോ ഇവിടെ എത്ര കിട്ടി? 0 കിട്ടിയില്ലേ? ഇപ്പൊ നമുക്ക് കിട്ടി 2x² മൈനസ് 2.8x ഇസിക്കൽ ടു 0 ആണെങ്കിൽ ഇവിടുന്ന് കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കണം. പുറത്തെടുക്കാൻ ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ 2 എടുക്കാം, അല്ലെങ്കിൽ x എടുക്കാം. നമ്മൾ x എടുക്കാണ് കുറച്ചും കൂടി എളുപ്പം. x 2 അപ്പൊ x എടുക്കുമ്പോ ഇവിടെ ബാക്കി എത്രയാണ്? 2x². x പോയാൽ ബാക്കി ഇവിടെ 2x അല്ലെ? 2x² എന്ന് പറയുമ്പോ എന്താണ്? 2 ഇൻറ്റു x² x ഇൻറ്റു x ആണ് അല്ലെ? അതിൽ നിന്ന് x പോകുമ്പോ എക്സും എക്സും വെട്ടിപ്പോയാൽ ഇവിടെ 2x ബാക്കി വന്നു. മൈനസ് ഇവിടെ എന്താണ്? 2.8 കിട്ടിയില്ലേ? ഇസിക്കൽ ടു 0. നമ്മൾ ഫൈനൽ ഉത്തരത്തിലേക്ക് എത്തുകയാണ്. x ഇൻറ്റു 2x മൈനസ് 2.80 ആണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഖ്യകൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതാവണം അല്ലെ? നമ്മളിപ്പോ 5 ഇൻറ്റു 0 ചെയ്യുമ്പോൾ 0 വരും, അല്ലെങ്കിൽ 0 ഇൻറ്റു 5 ചെയ്താൽ 0 വരും ഇല്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. ഒന്നെങ്കിൽ ഇത് 0 കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് ഈസിക്കൽ ടു 0 കൊടുക്കാം. പക്ഷെ ഇവിടെ x ഈസിക്കൽ ടു നമുക്ക് x 0 ആയി കഴിഞ്ഞാൽ ഇവിടെ ശരിയാവില്ല, കാരണം 0 അല്ല. ഏതെങ്കിലും ഒരു അളവുണ്ട്, ഇത് 0 ആവോ? അല്ല. കുറച്ചുകൂടി നീങ്ങിയപ്പോ കുറച്ചുകൂടി കുറഞ്ഞു. അപ്പൊ ഒന്നിന് എത്രയെങ്കിലും ഒരു അളവ് വരും. അപ്പൊ അത് എക്സിന് നമുക്ക് 0 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് നമ്മൾ 0 ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതി 2x മൈനസ് 2.8 ഇസിക്കൽ ടു 0. ഇനി ഓരോന്നിനും അങ്ങോട്ട് കൊണ്ടുപോകും. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇവിടെയുള്ള 2.8 അങ്ങോട്ട് കൊണ്ടുപോവാ. മൈനസ് 2.8 അങ്ങോട്ട് പോകുമ്പോ എന്തായി? പ്ലസ് ആവും അല്ലെ? മൈനസ് 2.8 ഇവിടെ വരുമ്പോ 2.8 പോസിറ്റീവ് ആയി. ഇനി x ഈക്വൽ ടു അപ്പൊ എത്രയാണ്? 2.8. ഈ രണ്ട് ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ ഡിവിഷൻ ആയി. അപ്പൊ 1.4 ആയി. കിട്ടിയില്ലേ? അപ്പൊ x നമുക്ക് കിട്ടി എത്രയാണ്? 1.4. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 1.4 കുറഞ്ഞപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് 1.4 നീങ്ങി. അപ്പൊ എക്സിന്റെ വാല്യൂ എല്ലാവരും കണ്ടുപിടിച്ചു കഴിഞ്ഞു. കിട്ടിയില്ലേ? ഇനി ചോദ്യത്തിൽ നമുക്ക് ലാസ്റ്റ് ടൈം പറയുന്നത് ഹൗ മച്ച് ഫാദർ ഈസ് ദ ഫുഡ് മൂഡ്. ഇതാ ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ചോദ്യം അത് എടുത്ത് എഴുതണം കേട്ടോ. ഹൗ മച്ച് ഫാദർ ദ ഫുഡ് ഈസ് മൂഡ്. അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത്? The foot is moved എത്രയാണ്? 1.4 മീറ്റർ ആണ് നീങ്ങിയത്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ കണക്ക് മനസ്സിലായോ എല്ലാവർക്കും? ഒരിത്തിരി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. ആദ്യം ഈ ഒരു ട്രയാങ്കിൾ ആണ് ABC. കണ്ടില്ലേ? ഇതാണ് നമുക്ക് ഒറിജിനൽ 1 തന്നിരിക്കുന്നത് ABC. അതിൽ ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട് 2.6. ഇനി ചെയ്തതൊന്ന് നോക്കട്ടെ നിങ്ങൾ ഒന്നും കൂടി. 2.6 തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു വശം കണ്ടുപിടിച്ചു. എത്രയാണ്? 2.4 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അത് മനസ്സിലായി എല്ലാവർക്കും? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് 1ന്റെ സ്ക്വയർ, ഇത് 2.2 ആണ്. 2.6 ആണെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. 2.6ന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ മൈനസ് ചെയ്തപ്പോ നമുക്ക് 576 5.76 ആണ്. അതിന്റെ റൂട്ട് 2.4 കിട്ടി. ഇത് കിട്ടിയപ്പോ ഈ വർഷം 4 ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഏത് ട്രയാങ്കിളാ കൺസിഡർ ചെയ്ത്? BDE ആണ്. BDE എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതില് ഈ വടിയുടെ നീളം സെയിം ആണ്, 2.6 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ DE സെയിം തന്നെയാണ്, 2.6 തന്നെയാണ്. ഈ അളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളി 2.4 ആണെങ്കിൽ അതിൽ നിന്ന് x കുറച്ചു. 2.4 നിന്ന് x കുറച്ചാലാണ് ഈ വശം കിട്ടി. ഈ വശം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് x ആണ്. അത് രണ്ടും കൂടി ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2.6 ആണ്. അപ്പൊ പൈതഗോറസ് തിയറി വെച്ച് ചെയ്തു. നമ്മള് പൈതഗോറസ് തിയറി വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ വാരിയേഷൻ. പിന്നെ ഇവിടെയാണോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ഫോർമുല നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. 2x² മൈനസ് 2.8 x ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതെങ്ങനെ 0 വന്നതെന്ന് മനസ്സിലായില്ലേ? ഇവിടത്തെ 5.76 കൂട്ടുമ്പോ 6.76 ആണ്. ഇത് അങ്ങോട്ട് പോകുമ്പോ അവിടെയും 6.76 ആണ്. അപ്പൊ 0 ആയി. 0 ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സംഖ്യ ഇവിടെ ഏതെങ്കിലും ഒന്ന് പുറത്തെടുക്കാം. അപ്പൊ x എടുത്തു ഞാൻ. x 2x മൈനസ് 2.8 കിട്ടി. ഒന്നില്ലെങ്കിൽ ഈ സംഖ്യ 0 ആവും, ഈ സംഖ്യ 0. ഏതെങ്കിലും ഒന്ന് 0 ആണ്, അല്ലെങ്കിൽ ഉത്തരം 0 ആവില്ല. ഉത്തരം 0 ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. അതില് നമ്മൾ എക്സിന് 0 കൊടുക്കുന്നില്ല, കാരണം ഇത് ഇവിടെ x ആണ്, ഇവിടെ x ആണ്. അപ്പൊ അത് 0 അല്ല, നീങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ഇതിന് നമ്മൾ x കൊടുത്തു. ഇതിന് നമ്മൾ x കൊടുത്തു കഴിഞ്ഞാൽ
നോക്കിയേ, ആദ്യം നമ്പർ അങ്ങോട്ട് കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ഈ വാരിയബിളിനെ ഇവിടെ നിർത്തി ഇവിടെയുള്ള നമ്പർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് കിട്ടി 1.4 കിട്ടി. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കണക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്യാം. അടുത്ത നമ്മുടെ ടോപ്പിക് 2 ആൻസേഴ്സ് ആണ്. ഈ 2 ആൻസേഴ്സിന് 2 ഉത്തരങ്ങൾ വെച്ച് നമുക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് കാണുമ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരു ആൻസർ കണ്ടുള്ളൂ. റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, നമ്മളത് കണ്ടിട്ടില്ല. പക്ഷെ ഇനി നമുക്ക് 2 ആൻസർ വെച്ച് കാണണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്തു തരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.